നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കഫേകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 200 ഗ്രാംസ് പെന്നെ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അത് വേവിച്ചെടുക്കാനായിട്ട് ഒരു 6 കപ്പ് വെള്ളം, കുറച്ച് ഉപ്പും 1 ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു 2 കപ്പോളം പാസ്ത ഉണ്ടാവും കേട്ടോ, 200 ഗ്രാംസ് എന്ന് പറയുമ്പോൾ. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെന്നെ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പാസ്ത ഒരു 7-8 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ പാസ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 90% ഇത് കുക്കായി വന്നാൽ മതി. പിന്നെ ബാക്കിയുള്ള 10% നമുക്ക് സോസിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഈ പാസ്ത നമ്മൾ ഊറ്റിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പാസ്ത ഒന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുക്കാമെന്ന് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആ ചൂടൊന്ന് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ ആ ചൂടിൽ കിടന്നിട്ട് വീണ്ടും ഇത് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാനിവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി സോസ് ഉണ്ടാക്കാനായിട്ട് വീണ്ടും ഓയിലിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ്. നന്നായിട്ടൊന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺ ചേർക്കാം, ഇല്ലെങ്കിൽ മഷ്റൂംസ് ചേർക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സവാള ആണെങ്കിലും ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, ക്യാരറ്റ് ആണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് റെഡിയാക്കാം. അതിന് വേണ്ടി കടായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മെൽറ്റ് ചെയ്ത ബട്ടറാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തന്നെ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടറിൻ്റെയും മൈദയുടെയും റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കണം. ഇനി ഇത് നന്നായിട്ട് ഒരു 3-4 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല ഈ സ്റ്റേജിൽ. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ മൈദയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ പാല് ചേർക്കുമ്പോൾ തന്നെ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്പാറ്റുല വെച്ചിട്ട് തന്നെ കട്ടയൊന്നും പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കണ്ടോ, ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ മിക്സഡ് ഹെർബ് സീസണിങ് അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ പാൽ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ളത്. ഇനി ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കാം. ഈ പാസ്ത ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എങ്കിലേ ഈ പാസ്ത ഇനി മുഴുവനായിട്ട് വെന്ത് കിട്ടുള്ളൂ. 90% ഇത് കുക്കായിട്ടുള്ളൂ. ബാക്കി 10% ഇങ്ങനെ ഈ സോസിൽ കിടന്നിട്ട് വേണം ഇത് കുക്കായി കിട്ടാൻ. പാസ്തയുടെ എല്ലാ സൈഡിലേക്കും നമ്മുടെ സോസ് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ
മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ തീ ഇട്ടിട്ടുള്ളത്. ഇനി ഈ ചീസ് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീസ് നമ്മുടെ പാസ്തയുടെ എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ചീസി ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടാനുവിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ബാബുക്ക് കിച്ചണിലുണ്ടോ മമ്മ? ആ ബാബുക്ക് അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഫുള്ള് കഴിക്കട്ടെ? കഴിച്ചോ? ഓക്കേ. കാന്റി കഴിച്ചോ? തമ്മി ഫുള്ളായോ? ഇങ്ങനാണേ നല്ല ക്രീമി ചീസിയാണ്. പിന്നെ ഇറ്റാലിയൻ ഹെർബ്സിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. കഴിച്ചോ? തമ്മി ഫുള്ളായോ? ഇറ്റാലിയൻ ഹെർബ്സിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. അപ്പോൾ പിന്നെ നമ്മൾ കഫേന്നൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ.